ഇതെന്താ ലോഡിങ് ഇഷ്യൂ വരുന്നേ? ഇവരെന്താ അപ്പാപ്പനെയൊക്കെ ഇടിച്ച് കേറ്റാണ്. ടർഫ് സ്റ്റാർട്ടായോ? വീണ്ടും പിറ്റിംഗ് ടർഫ് സ്റ്റാർട്ട് ആയാലും 10 മിനിറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലും. ഇനി പിറ്റിംഗ് കാണാം. ഞാൻ ഇന്നാളെ ഫോൺ വിളിച്ചൊക്കെ പറഞ്ഞു സ്റ്റാർട്ട് ആയിരുന്നു. ഓജി എല്ലാരും ഡാമേജ് ആയ വണ്ടികൾ റിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാ ദിവസവും ടർഫ് കാണുന്നത് അഡ്മിൻ ബിഒവിയിലല്ലേ? ചില്ലാവോ, പെട്ടെന്ന് എന്തിനാ മാറ്റണേ? ചില്ലാവ്, നമുക്ക് എല്ലാം കാണണം. ഇങ്ങനെ ഒരാളുടെ പിഒവി നോക്കിയാൽ നമ്മുടെ ടീം കാണിക്കുന്ന മിസ്റ്റേക്സും അതൊന്നും മനസ്സിലാവത്തില്ല ഗൈസ്. എല്ലാരും കളിക്കുന്നത് കാണണ്ടേ? പക്ഷെ പീക്ക് ടൈം അതുകൊണ്ട് ക്യാഷ് കേറാൻ പ്രശ്നം വരത്തില്ല. ഡൗൺലോഡിംഗ് ഇഷ്യൂ ഇല്ലല്ലോ. അപ്പാപ്പം പെറ്റിക്കോട്ടിരുന്ന ദിവസമല്ല എന്തെങ്കിലും പൊസക്കി വെച്ചിരിക്കുന്ന സൈഡില് പൊസക്കി വെച്ചിരിക്കണ. അല്ല ഇതിനിപ്പോ ഇങ്ങനെ ചെയ്താലും ഉണ്ടല്ലോ, നമ്മുടെ 3 പേരും അവരുടെ 3 പേരും ഇല്ല ടർഫില്, ബാക്കി 9 പേര് 9 പേര് വെച്ച് വണ്ടി ഇടിച്ച് ചാവുമല്ലോ. ഇറ്റാച്ചിക്ക് നീലന് എവിടെ പോണം കേട്ടോ, എവിടെ പോണം, എവിടെയോ പോണം കേട്ടാ, എവിടെ പോണം. ഓജി വാറുണ്ട് ഇപ്പൊ ചാവും. എന്റെ അറിയാ ശ്രദ്ധിക്കുന്നില്ലേ? ഹലോ എടാ ഓജി സാൽ ചത്തിരുന്നെങ്കിൽ ചരിത്രം ചരിത്രം. എടാ അവന്മാർ എങ്ങനെ രക്ഷപ്പെട്ടെ? എവിടെയാ അവന്മാര്? വാറിന് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല, ഹെൽത്ത് പോയ കാര്യം ഇവന്മാർ അറിഞ്ഞിട്ടേ ഇല്ല. വെടിവെച്ചല്ലോ വന്നേ. ഇതെന്തോ ഇത് 10 HP ഇവരെന്താ ഹീലിയാത്ത? ഇവരറിഞ്ഞില്ലേ? ലൈഫ് പോയാലും അറിഞ്ഞിട്ടില്ല കേട്ടാ. FRP അല്ലല്ലോ, FRP ഒന്നും അല്ല. എടാ ജസ്റ്റ് മിസ് കേട്ടോ, നമ്മൾ ആദ്യമായിട്ട് പുതിയൊരു സാധനം കണ്ടേനെ. വണ്ടിക്കകത്തിരുന്ന് ചാവുന്ന ഒരു സിനാരിയോ നമുക്ക് മിസ്സായി പോയി. സത്യല്ലേ? POV ബഗ് ആണോ? അല്ലല്ലോ, POV ബഗ് അല്ലടാ. അവന്മാർ ഓൾറെഡി അവന്മാരിപ്പോ ലൈഫ് അടിച്ചു കണ്ടാ. റിക്രൂട്ട്മെന്റ് കഴിഞ്ഞോ? ഇല്ല ഇതിന് ശേഷം വാസോണ്ണ ഞാൻ അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മാറ്റിയിട്ട് അവരുടെ 2 വണ്ടികൾ ഇവിടെ ഉണ്ട്. നമ്മൾ ബാക്കി നോക്കുവാണെങ്കിൽ അപ്പൊ ഇനി എല്ലാരും ഓർത്തിരുന്നോ, വണ്ടിക്കകത്തിരുന്ന് ഇടി മേടിച്ചാൽ സോൺ ഷിഫ്റ്റ് വന്നിട്ട് ഇപ്പം അവര് സോൺ ഷിഫ്റ്റ് ആവുന്നതിന് മുന്നേ ഓജി കേറുമോ സോണിൽ? മന്ദാരം വീട്ടിലൊന്നും ഇല്ല ബ്രോ, അവൻ എറണാകുളത്ത് സ്നൈപ്പിന്റെ വണ്ടികൾ എത്തിയിരിക്കുകയാണ്. 3 വണ്ടികളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ നോക്കുവാണെങ്കിൽ അവരുടെ ഓൾമോസ്റ്റ് എല്ലാ അവിടെ ഓജി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. ഞാൻ വിചാരിച്ചു ഓൾമോസ്റ്റ് ഓജി അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമെന്ന്, ബട്ട് ഓജി അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. ഓക്കെ, അവരെ പിറ്റ് ചെയ്ത് അകത്തോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ വീണ്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് നീലൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ആ വണ്ടിക്ക് ടാഗ് വന്നിട്ടുണ്ട്. ഒരു വണ്ടി ഓക്കെ, അവരുടെ വണ്ടികൾ വീണ്ടും ഡാമേജ് ആയി. അവർ മോസ്റ്റ്ലി ഫോൾ ബാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത്. അടുത്ത സോണ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. സോണ് വീണ്ടും ചെറുതായിട്ടുണ്ട്. ഓജി ഒരു സോൺ എൻട്രി എടുക്കുമ്പോൾ നമ്മൾ കണ്ടറിയേണ്ടത് ജുഗ്രുവിന്റെ വണ്ടി അവരവിടെ ലോക്ക്, ഇറ്റാച്ചിയുടെ വണ്ടി അവരവിടെ ലോക്ക് ചെയ്തു, ചരിഞ്ഞ് ലോക്ക് ചെയ്തിരിക്കുകയാണ്.
ഇറ്റാച്ചിയെ തിരിച്ചു പൂട്ടി കേട്ടോ. ഓ പിന്നെ 4 വണ്ടി ഉണ്ടെങ്കിലും ഒരുത്തം മതിയത്. ഇറ്റാച്ചിയൊക്കെ അവിടുന്ന് പറന്നതാ. ഒരു വണ്ടി എവിടെ പോയെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ. സിമ്പിൾ ആയിട്ട് പോയി പോയിട്ടായിരുന്നത്. ഇവര് വെളിയിൽ കിടന്ന് അടിച്ച് ചാവും. എന്റെ മൈക്ക് വേറെ ബ്രോ, മൈക്ക് വേറെ. ഇനിയും സോൺ എൻട്രി എടുത്തിട്ടില്ല. സോജി അവിടെ സോൺ എൻട്രി എടുക്കാനുള്ള ട്രയലാണെന്ന് തോന്നുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോജിയുടെ 2 വണ്ടികൾ മാത്രം. ചന്ദ്രൻ എന്താ ലൈവിലത്? ചന്ദ്രൻ മലേഷ്യയിൽ പോയെങ്കിൽ അവർക്ക് ഈ ഒരു സോൺ കൂടെ നഷ്ടപ്പെടുന്നതായിരിക്കും. ജിമ്മേറ്റ്സിന്റെ കൂടെ മലേഷ്യ പോയി. ഓൾറെഡി ആ ഏരിയകളിലെല്ലാം പൊസിഷൻ എടുത്തിട്ടുണ്ട് അവർ. ന്യൂ പി സി അല്ല. ഹലോ ഹലോ എടാ ഇവിടെ ആരല്ലോ സംസാരിക്കൂ. ഹലോ ഓജിയുടെ 3 വണ്ടികൾ ഓൾറെഡി ഈ ഒരു ഏരിയ കവർ ചെയ്തോണ്ടിരിക്കുകയാണ്. ബ്രോ കയ്യിൽ ഇപ്പോ ഒരു പനി വന്നിട്ടേ കഴിച്ച് ഈ ചുമ ഒരു തരത്തിൽ പോണില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നശിച്ച പനി വന്നിട്ടുണ്ടോ? ദൈവമേ, ചുമച്ച് വെച്ച് ഡോൾബി അറ്റ്മോസിലായി ഇപ്പൊ ചോദിക്കുന്നത്. കണ്ണനും ഈ സെയിം പ്രശ്നം. യെസ് സെയിം വന്നു. അയ്യോ എന്റെ അമ്മ, ആ വണ്ടർലേന്ന് കിട്ടിയതാടാ എനിക്ക്. ഓക്കെ, ഓജിയുടെ വണ്ടികൾ വീണ്ടും ആ ഒരു ഏരിയയിൽ ഫിറ്റിംഗ് വന്നു. ഇപ്പോഴും പോയിട്ടില്ല. എല്ലാം ആ കുറെ പേരുണ്ടല്ലോ. ഇപ്പോഴേക്കും ഒരു സന്തോഷമായത്. എനിക്ക് ഇപ്പോഴാണ് ഒരു സന്തോഷമായത്. ഞാൻ മാത്രമല്ലല്ലോ. കമ്മിറ്റ്മെന്റ് എവിടെ കാണാൻ സാധിക്കുക എന്ന് നമുക്ക് അറിയില്ല. ടിവിയെ ഓൾറെഡി പൊസിഷൻസ് എടുത്തിട്ടുണ്ട്. ജൂഡ് ഈ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇവരാരും ഇതുവരെ ഇതിനകത്ത് കേറിയ പോലും ഇല്ലേ? 2 വീക്കായെന്നോ? അത്ര ആയല്ലേ? 1 മന്ത് ആകുന്നു. എടാ ഇപ്പൊ പുതിയൊരു വൈറസ് വന്നല്ലോ. എന്തോ ഷിഗല്ലേ? ആ അത് പത്തനംതിട്ടയിൽ ആർക്കോ കൺഫേം ആയെന്ന്. കമ്മിറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. ഓജി സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണ്. വയറൊക്കെ ഷർട്ടിലൊക്കെയാണ് അതിന് വരണേ. ഇനിയും സോണ് ബാക്കിയുണ്ട് നമുക്ക്. 1 ഇയർ കഴിഞ്ഞ് നിനക്ക് വേറെന്താ പ്രശ്നമാണോ? 1 വർഷമായിട്ട് ചുമയെന്ന് പറഞ്ഞു കഴിഞ്ഞാ നീ ആശുപത്രി കൊണ്ട് കാണിച്ചേ. ഒരു വർഷമായിട്ട് ശിവണ്ടിയാ ഷിഗല്ല. ആൾക്കാർക്ക് ഇവിടെ പക്ഷെ എന്ന് പറഞ്ഞ തെറി വിളിക്കാൻ തെറി പറയുന്ന ആരാണെങ്കിൽ വൈറസ് അല്ല ബാക്ടീരിയ ആണെന്ന്, അല്ലെങ്കിൽ ടൈം ഔട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക്. വൈറസ് അതുകൊണ്ട് എല്ലാം ഏകദേശം ഒരേ ഇതിൽ വരുന്ന പരിപാടികളാണ്. സൂക്ഷിച്ചാൽ വേപ്പൂള് പബ്ലിക് ടോയ്ലറ്റ്. സത്യം ഈ എലി ഉണ്ടല്ലോ, എലി എന്റെ അടുത്ത് പറയുവാണ്, ഏതോ ആന്ധ്രയിലെ അമ്മാവൻ ഞാൻ അവിടെ ഇരുന്ന് വെള്ളത്തിൽ കളിച്ച സമയത്ത് ഞാൻ ദേവൂട്ടന്റെ ഭാഗ്യത്തിന് പനിയൊന്നും വന്നില്ലെന്നുള്ളൊരു ആശ്വാസം. ഞാൻ ഇങ്ങനെ വെള്ളം ചെപ്പി കളിച്ചപ്പോ എലി പറയാണ് ഒരു ആന്ധ്ര അമ്മാവൻ അവിടെ ഇരുന്ന് മുള്ളുമായിരുന്നെന്ന്. ഞാൻ അതാണ് ഇങ്ങനെ കൈയൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച്. വണ്ടി അവർക്ക് ജസ്റ്റ് മിസ്സായി. പക്ഷെ നീലന്റെ വണ്ടിക്ക് അങ്ങനല്ലടാ, മുള്ളെന്ന് പറഞ്ഞത് അവിടെ ഇരുന്ന് അവള് വെള്ളത്തിൽ ഇറങ്ങിയില്ലെന്ന്. തെറിച്ച് താഴോട്ട് പോയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, വേറെ ആരും കണ്ടില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, അത് പോട്ടെ, സാരമില്ല. അപ്പോൾ എവിടാണ് ഓജി കമ്മിറ്റ് ചെയ്യാൻ പോകുന്നത്? 18 മിനിറ്റ് ബാക്കി നിൽക്കേ. ഓജി കമ്മിറ്റ് ചെയ്യാൻ ഓജി സിംഗിൾ ആണ്. ഫുൾ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് കമ്മിറ്റ് രണ്ട് സൈഡിൽ നിന്നുള്ള ഒരു അറ്റാക്കാണ് ഓജി പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അറ്റ് എ ടൈം ഇവിടെ നിന്നും അറ്റ് എ ടൈം അവിടെ നിന്നും അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് ഓജി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും നമുക്ക് ഓജിയുടെ വക ഒരു അഗ്രസീവ് അറ്റാക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ടിവിയുടെ വണ്ടികളെ
വിളിച്ചോണ്ട് ഇതാ ഓജിയുടെ റിപ്പയർ ഇവരെന്താ ഇതിനകത്ത് കേറാത്ത? ഇവര് വണ്ടി ഓടിച്ച് കളിക്കണേ. കുറെ ദിവസം ഇതാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിപ്പയർ ചെയ്യും. നമുക്ക് ഇത് കണ്ടോണ്ടിരിക്കാം. മറ്റേ ഇവിടെ കാണാൻ പറ്റുന്നത് നമുക്ക് റിപ്പയർ ചെയ്ത് അവര് കെട്ടിപ്പിടിച്ച് റിപ്പയർ ചെയ്യണ്. കഴിഞ്ഞ ടർഫിലെ പയ്യൻ പറഞ്ഞ് പ്ലീസ് ഇടിക്കല്ലേന്ന് നമ്മളെ പിള്ളേരുടെ അടുത്ത് വണ്ടി ഉണ്ട് പറഞ്ഞു. ഇതെന്താ ഈ അപ്പാപ്പൻ ഇടക്കിടക്ക് സെർവറിൽ ഓരോ പണി ചെയ്യുവോ സെക്കൻഡ് മോണിറ്ററിൽ? പിള്ളേർ ചെയ്തു വെച്ചിരിക്കുന്ന എന്തോ ഇപ്പൊ ഒരു സ്വിച്ച് ഞെക്കി ഓഫ് ആക്കി. ഇപ്പൊ സെർവറും ക്രാഷ് ആവും. അവര് ഡെവലപ്പ് ചെയ്ത് വെച്ചിരുന്ന സന്തോഷാനും പുള്ളി ഞെക്കി ഓഫ് ചെയ്ത് ഇപ്പൊ സെർവർ ക്രാഷ് ആവും. ഇതിലൊരു ഡോട്ടിന്റെ ആവശ്യം ഇതിൽ എക്സ്ട്രാ ഒരു കോമ നടക്കണം. ചാൻസ് ആണ് ഗ്യാങ് ആവാൻ. മനസ്സിലായോ? നിങ്ങൾക്ക് ആക്ടിവിറ്റി കാണിക്കാൻ പറ്റും, നിങ്ങൾക്ക് ആക്റ്റീവ് ആവാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ലാൻഡസിൽ ഗ്യാങ് ആവാം. നമ്മള് ഗ്യാങ് സ്ലോട്ടിനോ ഗ്യാങ് ആപ്ലിക്കേഷനോ ഒന്നും ആരുടെ കയ്യിൽ നിന്നും പൈസയോ കാര്യങ്ങളോ ഒന്നും വാങ്ങാറില്ല. ഫ്രീ ആപ്ലിക്കേഷൻ ആണ്, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. മാത്രം കാണിച്ചാൽ മതി. ആക്ടിവിറ്റി കാണിക്കുന്നവർക്ക് ഇവിടെ ഗ്യാങ് ആയിട്ട് കളിക്കാം. പിന്നെ അത് പൈസ കൊടുത്ത് മേടിക്കാനും പറ്റൂല. അങ്ങനെ ഒരു കാര്യം ഉണ്ട്. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് ഉത്തരവാദികൾ സെർവർ അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഗ്യാങ്ങിന് ഇവിടെ ആക്ടിവിറ്റി കാണിച്ച് ഗ്യാങ് സ്ലോട്ട് എടുക്കാൻ പറ്റാത്ത പക്ഷം അത് ഒരിക്കലും സെർവറിന്റെ പ്രശ്നമല്ല. മറ്റൊന്നും കൂടെ പറ. ആരെ ഉദ്ദേശമല്ല. ബ്രാവോയാ അവന്റെ പാവടായി. ബ്രാവോടാ പറഞ്ഞില്ല. ടാർഗറ്റ് ചെയ്തോണ്ട് ഇതെന്താ പുള്ളിയുടെ ലൈവിന്റെ ആണോ എന്റെ നെറ്റിന്റെ ആണോ ഇത്? അല്ല നിന്റെ വീണ്ടും പോയി. പോടാ. ഈ തവണ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഒരു മേളോട്ടും കേറുന്നില്ലല്ലോ. കാണോ കേട്ടുമോനെ താഴോട്ടിട്ടിരിക്കുകയാണ് ആ ഒരു ഫൈറ്റിൽ. എന്റെ നെറ്റ് ഇടയ്ക്ക് ബഫർ ആവുന്ന മഴയല്ലേ ഇവിടെ. ഇവിടെ മുടിഞ്ഞ മഴ. കുട്ടിദാസ് ആണെന്ന് തോന്നുന്നു. ന്യൂ ലൈവ് ആയിട്ട് വന്നു. ന്യൂ ലൈവ് ഒന്നും അല്ല. കുട്ടിദാസ് അല്ലേ? ഓജി കയറിയ നീനെ വണ്ടി നിർത്തിയിട്ടേക്കോ തോന്നുന്നു കേട്ടോ. നിർത്തിട്ട വണ്ടിയിൽ ഇടിക്കുന്നതെന്ന്. ആ ഇറ്റാച്ചി വേഴ്സസ് കുട്ടിദാസ് ആണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ സർവർ ഉണ്ടാക്കാൻ പോയത് ബ്രാവോനെ മുളയിലെ നുള്ളി. വീണ്ടും പോയോ? റോക്കറ്റ് ലീഗ് ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. റോക്കറ്റ് ലീഗിലെ ഒരു മത്സരമാണ് നമ്മൾ മുളയിലെ നുള്ളിന്ന്. ലവ് ഫ്രം ന്യൂ ലൈവ്. വീണ്ടും ന്യൂ ലൈവ് ആയിട്ട് വന്നോളിയാ. സർവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നീ 13 മിനിറ്റ് അല്ലേ ആയുള്ളൂ നീ പുതിയ ഇതിട്ടിട്ട്? ഇതല്ല നേരത്തെ പുതിയത് ഇട്ട മൊത്തത്തിലൊന്ന് 13 ലൈവ് അത് ഓൾറെഡി നിങ്ങളെന്ത് ഇങ്ങനെ പറയണേ? രണ്ടാമത്തെ ലൈവ് അല്ലേ? PC ക്രാഷ് ആയതിനു ശേഷം രണ്ടാമത്തെ ലൈവ് ആവുന്നേ. എല്ലാം ക്ലിയർ ചെയ്ത് ഇവിടെ. നിങ്ങൾ ടർഫിനെ പറ്റി ടർഫ് കാണൂ, ടർഫ് എൻജോയ് ചെയ്യൂ, വേറെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കൂ, അത്രേ പറയാനുള്ളൂ. അത് ബഗ്ഗാ ഗൈസ്, അത് ബഗ്ഗാ. 47 മിനിറ്റ് നിങ്ങൾക്ക് കാണിക്കുന്ന ബഗ്ഗാ ഗൈസ്. പോയി ഉറങ്ങിയോ? ഇല്ല, വണ്ടി റിപ്പയർ ചെയ്തേ കേട്ടോ. ഇവിടെ അടിയാ, ഇവിടെ അടിയാണല്ലോ. യുടെ വക ഓജി റാവൻസിന് വീഡിയോ വന്നിരിക്കുകയാണ് ഗൈസ്. ടർഫ് ഓജിക്ക് കിട്ടിയിരിക്കുകയാണ് സക്സസ്ഫുള്ളി. മണി ടർഫ് അങ്ങനെ ഓജിക്ക് പോയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടത് ടർഫ് ടിവിയെ ഓജിക്ക് കൈമാറുന്ന കാഴ്ചയാണ്. നമ്മളിവിടെ അങ്ങനെയുണ്ടോ? ഇല്ലല്ലോ, ചാവണ്ടേ ആള്. ഇത് മൊണോപ്പൊളിയാണല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട. ഞാൻ എന്റെ സെർവറിൽ ഇങ്ങനെയൊക്കെ വരല്ലേ.
ഒരു നല്ല പയ്യനായിട്ട് തരും. നല്ല നീ ഏറ്റെടുത്ത് ചെയ്യാവോ ഇതെല്ലാം? ടിക്കറ്റ് വലിക്കുക, ബാക്കി അവര് നോക്കും. പക്ഷെ എനിക്ക് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എടുത്ത് പേരിൽ എഴുതി കൊടുക്കും. അത് അല്ല ഓണർഷിപ്പ് തരില്ല, അഡ്മിൻ സ്പെക്ക് മാത്രം. അങ്ങനെ വെക്കാം. നിക്കോ ആ വണ്ടിയിൽ 4 പേരുണ്ടെന്ന് അറിയാതെ ആ വണ്ടിയിൽ കയറാൻ വേണ്ടി ഇപ്പൊ ഞാൻ പർച്ചേസിലേക്ക് വീണു പോകും. ആ വണ്ടിയിലുള്ള ആരെങ്കിലും നിക്കുവിനോട് പറഞ്ഞു കൊടുക്കുക, നിക്കു ആ വണ്ടി ഫുള്ളാണെന്നുള്ള കാര്യം. നിക്കുവിനോട് ആരോ പറഞ്ഞിട്ടുണ്ട്, നിക്കു ആ വണ്ടി മാറി 3 പേരുള്ള വേറൊരു വണ്ടി യാണ്. അങ്ങനെ ഓജിയുടെ ഓജിക്ക് 3 വണ്ടിയുണ്ട്. ദാനശീലന ദാനം കൊടുത്തു കളയേ. റിപ്പയറിലുണ്ട്. ഓക്കെ, ടൈം ഔട്ട് ആയിരിക്കുകയാണ്. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു വണ്ടി ഇടിക്കുക, റിപ്പയർ ചെയ്യുക, റിപ്പീറ്റ്. വണ്ടി ഇടിക്കുക, റിപ്പയർ ചെയ്യുക, റിപ്പീറ്റ്. വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ടർഫ്. എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് തീരുമാനിച്ചു. ലാസ്റ്റ് പണ്ടത്തെ ടർഫൊക്കെ ഓർമ്മയുണ്ടോ അളിയാ? ബൈ ഫൂട്ടൊക്കെ കേറി സമയം വന്ന് കേറിയുള്ളൂ. വണ്ടിയൊക്കെ കൊണ്ട് കവർ ലോറി വെളുത്ത വണ്ടിയൊക്കെ ഓൾറെഡി അവിടെ എല്ലാവരും ബൈഫൂട്ടിൽ ഇറങ്ങി നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. ഈ ഒരു ഏരിയയിലോട്ട് ഓജിനെ കയറ്റം തോന്നുന്നില്ല. ഓജി എവിടാണ് കയറാൻ പോകുന്നത്? ഒന്നാമത്തെ കാര്യം അവർക്ക് എവിടെ കുത്താൻ സ്ഥലമില്ല. നിങ്ങൾ നോക്കി ലാസ്റ്റ് സോൺ ഷിഫ്റ്റും നടന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഷിഫ്റ്റും വന്നു. ഇനിയിപ്പോൾ ഉള്ള ഈ ഏരിയയിലോട്ട് വേണം ഓജി കാർ വന്നിറങ്ങാൻ. അയ്യോ, ഇവിടെ എവിടെ വണ്ടി കുത്തിയാലും കുത്തുമ്പോ തന്നെ രണ്ടുപേരും ഇറങ്ങും, രണ്ടുപേരും ചാവും. ഇനിയിപ്പോ അവര് കുത്താതെ വണ്ടി ചാവാണ്ട് ടർഫ് തീരുവോ? എന്താ അങ്ങനെ ഇരിക്കണോ നടക്കാൻ പോണ? എന്തായാലും ടർഫ് കിട്ടില്ല. ഇടിച്ച കേട്ടറാ അവരെ എന്തായാലും അഹങ്കാരോ റോഡിരിക്കുന്നത് ഇടിച്ചേറ്റ്. അവർക്ക് റോളൊന്നും ഇല്ലേ? ഞാനൊക്കെയാണ് ഇടിച്ചേറ്റ്. ഈ ഒരു വണ്ടി മാത്രമേ ഇത് കളിക്കുന്നുണ്ടോ? ടർഫാണെന്ന് തോന്നുന്നു. കാണാൻ സാധിച്ചു. എല്ലാത്തെങ്കിലും മലയിലും അല്ലേ എല്ലാരും അടിച്ചു. എന്റെ നെറ്റ് വീണ്ടും പോയെന്ന് തോന്നുന്നു കേട്ടാ. ലൈവ് എത്തിയോടാ? നടക്കുന്ന ഒരു വണ്ടി മാത്രമാണ് ഈ ഒരു ഏരിയയിലുള്ളത്. ബാക്കിയുള്ള ഓജിയുടെ വണ്ടികൾ ലൈവ് കത്തിയോ? ഇല്ലല്ലോ, കത്തിയിട്ടില്ലല്ലോ. അങ്ങനെ ഓജിയുടെ ഒരു അഗ്രഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഏരിയയിൽ വന്നിറങ്ങിയിട്ടുണ്ട്. അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നല്ല രീതിയിൽ സ്പ്രേ വരുന്നുണ്ട് അവർക്ക്. ഒരു വണ്ടി പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ വണ്ടിയിലുള്ള ആൾക്കാർ ഡൗൺ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓജി പുത്തമ്പേട്ടിൽ ഡൗൺ ആയിരിക്കുകയാണ്. ക്രിസ്റ്റി ജൂടെടുത്ത് വിക്ക്, ലെക്സ് എടുത്ത് വിക്ക്, ജൂടെടുത്ത് വിക്ക്. ജൂഡ് പറഞ്ഞത് തന്നെ ഒരു വിക്ക് തന്നെ. ഇവിടെ ഓജിയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഇവിടെ ഓജി മുഫാസ ഒറ്റയ്ക്ക് വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് വഴിവിട്ട് ഇതെന്താടാ? ഹലോ, സൗണ്ട് ഉണ്ട്. ലൈവ് പോയോ? തിരിച്ചോ അളിയ, അത് നിന്റെ ബ്രാവോടെ ലൈവ് ബഫർ ആവുന്നതാണ്. അവര് തിരിച്ചു പോയൊരു കാര്യം. പക്ഷേ അവിടെ ഒരു പിക്ക് എടുത്തിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും നല്ല രീതിയിൽ വെടി വരുന്നുണ്ട്. അവര് റൊട്ടേറ്റ് ചെയ്ത് കുട്ടിദാസിനെ നീൽ സ്പോട്ട് നീൽ ഫൈറ്റ് ജയിച്ചിരിക്കുന്നു. ജുഗ്രു ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതെന്താടാ ഇത്? കേരള നിര്യാതനായിരിക്കുന്നു. ഇനി രണ്ടുപേരുടെ ഇവിടെ നിക്കു ജോയ്സൺ വീഡിയോമാണെങ്കിൽ ഇപ്പൊ എന്തായാലും വാറുണ്ണി വിളിച്ചോണ്ട് വരുന്നത് നീലൻ. വാറുണ്ണി അങ്ങനെ മണി ടർഫ്
കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. മണി ടർഫ് ഇങ്ങനെ മണി ടർഫ് കഴിഞ്ഞിരിക്കുകയാണ്. ഫ്ലോലെസ്. അത് നീ ഓട്ടോ ആക്കി ഇടുന്നോണ്ടാണ് ഇതിങ്ങനെ ബഫർ ആവുന്നത്. ഇപ്പൊ ഒരു കിക്ക് കുറെ നാളായിട്ട് ഉണ്ടാകും അറിയത്തില്ല. ജി വെൽ പ്ലേഡ്. ജി